Hello guys, welcome back to the another episode of our jewelry making. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുന്നിട്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറേ പേര് മെസ്സേജസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി ചേച്ചി വീഡിയോ ഒന്നും ഇടാത്തത്, വീഡിയോസ് കണ്ടിന്യൂസ് ഇടണോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി ചെറുതായിട്ടൊന്ന് വളർന്നു വന്നിരിക്കുന്നു. അങ്ങനെ 20K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുറേ പേര് വീഡിയോസ് കണ്ടിട്ട് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം കുറേ പേര് അതിൻ്റെ കൂടെ തന്നെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പം ആ ഡൗട്ട്സുകളൊക്കെ എന്നെ കൊണ്ട് ഞാൻ കാണുന്നതൊക്കെ ഞാൻ സ്പോട്ടിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓൾറെഡി ഞാൻ പലർക്കും ക്ലിയർ ചെയ്ത കുറേ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് മെസ്സേജ് വരുന്നത് ആ സെയിം ഡൗട്ടുകൾ തന്നെയാണ്. സോ മെയിൻ ആയിട്ട് വരുന്ന എനിക്ക് കോമൺ ആയിട്ട് ഇപ്പോഴും എനിക്ക് മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഗിയർ വയറിന്റെ സൈസ് ചോദിക്കുന്നു. അപ്പം ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും എനിക്ക് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു കഴിഞ്ഞ വീഡിയോയുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്ന് എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഗിയർ വയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. സോ ഇന്നും എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു ഗിയർ വയറിന്റെ സൈസ് എത്രയെന്ന്. അപ്പൊ എനിക്ക് ഇങ്ങനെ എല്ലാ വീഡിയോസിനിടയിലും ഞാൻ മാക്സിമം ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് അങ്ങനെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഞാൻ ഗിയർ വയറിന്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഗിയർ വയറിന്റെ സൈസ് ഇല്ല, നിങ്ങൾ ചോദിക്കുന്നത് ഗേജ് വയറിന്റെ സൈസ് ആയിരിക്കും. ഇപ്പോഴും ഞാൻ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരികയാണ്. അതായത് ഇനിയിപ്പം പുതിയതായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ റിപ്പീറ്റ് ആയിട്ട് എനിക്ക് പറയണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല, വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദണ്ടേ കണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാലകളാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്, അധികം സമയം ഒന്നും എടുക്കത്തില്ല. സോ ഇത് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ജ്വൽസ് ബൈ കായുവിൽ അവൈലബിൾ ആണ്. ഇത് പെർ പീസ് വരുന്നത് 15 റുപ്പീസ് ആണ്. താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. 15 രൂപയാണ് ഈ ഒരു പീസ് വരുന്നത്. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. പേജിൽ അപ്ഡേറ്റ് ചെയ്തില്ല, ഉടനെ തന്നെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരുവാണ്. ജ്വല്ലറി മേക്കിംഗ് കിറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കുറച്ച് പേര് പേയ്മെൻറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉടനെ തന്നെ ഞാൻ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർക്കും ഓർഡർ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എങ്കിലും ഞാൻ ഒന്നും കൂടെ കൊടുത്തിരിക്കാം. കാരണം പലരും വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ എനിക്ക് കുറേ പേര് കിറ്റ് കിട്ടിയവരാണെങ്കിൽ പോലും കുറേ പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. ചെയ്ത് നോക്കിയ ഫോട്ടോസും അല്ലാതെയൊക്കെ കുറേ പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ആക്ച്വലി ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ കിറ്റിന് വേണ്ടിയിട്ട് എൻക്വയറി എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കുന്നവരും അല്ലാതെയൊക്കെ ഫോട്ടോസ് അയച്ചു തരുന്നവരുണ്ട്. സോ ഞാൻ ആരുടെയും മനഃപൂർവ്വം മെൻഷൻ ചെയ്യാത്തതല്ല, കുറച്ച് തിരക്ക് കാരണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് എല്ലാവരുടെയും മെൻഷൻ ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വാക്ക് ഷീറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത്. വാക്ക് ഷീറ്റ് അവൈലബിൾ ആണ്, താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഡൗട്ട്സുകളിൽ വരുന്ന കാര്യങ്ങൾ, ജംറിങ് എങ്ങനെയാണ് ആഡ് ആക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കുറേ ഇതാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ചേച്ചി സെയിൽ എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ സെയില് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ സെയിലും കൂടെ കൊണ്ടുവന്ന് കുളമാക്കുന്നില്ല. പകരം ഞാൻ സെയിൽ ചെയ്യണ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു മിക്സ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ക്ലിപ്പ് സ്റ്റോൺസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാല ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ വെറൈറ്റി കളർ ഓഫ് ക്ലിപ്പ് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ 8 ടൈപ്പ് കളർ ഓഫ് ക്ലിപ്പ് സ്റ്റോൺ ആണ്. പെർ പീസ് വരുന്നത് 15 രൂപയാണ്.
ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ഇടാം. പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഞാൻ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പം നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഗിയർ വയർ എടുത്തിരിക്കുന്നു. വെറും ഒരു 4-5 മിനിറ്റ് മാത്രം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാല നിങ്ങൾക്ക് സെറ്റ് ആക്കി എടുക്കാം. ഓൾറെഡി ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഗിയർ വയറിൽ നമ്മൾ മാല എടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അളവ് നോക്കിയാണ് മാല എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഗിയർ വയറും ഉണ്ട്, കഴുത്തിന് ചുറ്റി നോക്കുക. അപ്പം നിങ്ങളുടെ കഴുത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര നീളം വേണം ആ ഒരു നീളം വെച്ചിട്ടാണ്. നമ്മുടെ ഗിയർ വയർ വെച്ചിട്ട് നമ്മൾ മാല ചെയ്യുമ്പോൾ മാലയ്ക്ക് പല സൈസുകളുണ്ട്. നമ്മുടെ ഡ്രസ്സിന് ലാർജ്, മീഡിയം, എക്സൽ അങ്ങനെ സൈസ് പോലെ തന്നെ നമ്മുടെ കഴുത്തിനും സൈസ് വ്യത്യാസമുണ്ട്. സോ നമ്മൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചോദിക്കണം, അതായത് ഇപ്പോൾ പുതിയൊരു ഓർഡർ അല്ലെങ്കിൽ ആരെങ്കിലും ഓർഡർ തരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം അവരുടെ സൈസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത്തിൽ നിങ്ങൾക്ക് ഗിയർ വയർ എടുത്താൽ മതി. അതിനുശേഷം ഞാൻ അതൊരു 8 പീസിന് വേണ്ടിയിട്ട് ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. മാലയ്ക്ക് ഹുക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോബ്സ്റ്റർ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജംറിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഗിയർ ലോക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ വയർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ഏതാണോ വേണ്ടുന്നത് ആ ക്ലിപ്പ് സ്റ്റോണിൽ നമുക്ക് ദാണ്ട് ഈ ഒരു ഹോളിൽ കൂടെ അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഗിയർ ലോക്ക് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ബീഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ഗിയർ ലോക്ക് എടുക്കുക. ഗിയർ ലോക്ക് എടുത്തിട്ട് ദാണ്ട് ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് ലോക്ക് ചെയ്യണം. കാരണം ഭയങ്കരമായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യരുത്. ഒരു ചെറിയൊരു സ്പേസ് ഇടയ്ക്ക് കിടക്കുന്ന രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തിരിഞ്ഞും വളഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ക്ലിപ്പ് സ്റ്റോണിന് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നമ്മൾ മാലയ്ക്ക് എങ്ങനെയാണോ ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അത് ഭംഗിക്ക് കടക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെ ഞാനൊരു 8 കളർ ഓഫ് പീസാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ദാണ്ടെ വെറും 3 കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു ക്ലിപ്പ് സ്റ്റോൺ ഇട്ട് കൊടുക്കുക, ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ നമുക്ക് ജംറിങ്ങും അതേപോലെ തന്നെ ലോബ്സ്റ്റർ ഹൂക്കും യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ബാക്കിൽ ഹുക്ക് സെറ്റാക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകൾ കൊണ്ട് മാത്രം, അതായത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാനും അതേപോലെ തന്നെ സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു 3 കളറിൻ്റെ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുന്നതും. ഇതപ്പം വീഡിയോ കാണുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലേതെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ നമ്മൾ ദാണ്ട് ഇത്രയും കളേഴ്സ് ദാണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ലാർജ് എക്സൽ, ഒരു ലാർജ് സൈസ് എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ജംറിങ് യൂസ് ചെയ്യാം. ജംറിങ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ദാണ്ട് ഈ ജംറിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ്സ്, ഗിയർ വയറിൻ്റെ എൻഡ്സ് നമ്മൾ ആ ഗിയർ ലോക്ക് കൂടെ കയറ്റി ഇറക്കി നമുക്ക് എത്രയും ലെങ്തിനാണോ അത് വേണ്ടുന്നത് നല്ലതുപോലെ അത് ലോക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ജംറിങ് ലോക്ക് ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ലോബ്സ്റ്റർ ഹൂക്ക് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പം ഞാനിവിടെ ഒരു ഗിയർ ലോക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ 2 ഗിയർ ലോക്കൊക്കെ ഇട്ട് ലോക്ക് ചെയ്യാം. അപ്പം ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ആ ഗിയർ വയർ ലോക്ക് ആ 2 ഗിയർ ലോക്ക് ഇട്ടിട്ട് പിന്നെ ജംറിങ് ഇട്ടിട്ട് ആ 2 ഗിയർ ലോക്ക് കൂടെ നമ്മൾ ആ ഗിയർ വയർ ഇറക്കി എടുക്കുക. സെയിം സ്റ്റെപ്പ് തന്നെ ഞാൻ ലോബ്സ്റ്റർ ഹൂക്കും ചെയ്യുന്നുണ്ട്. ആ ഗിയർ ലോക്ക് കൂടെ ലോബ്സ്റ്റർ ഹുക്കിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ ആ ഒരു ഗിയർ വയർ കയറ്റി ഇറക്കുക. സെയിം തന്നെ നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ക്ലിയർ ആവാത്തവർക്ക് ഞാൻ ഒരു വട്ടവും കൂടെ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഗിയർ വയറിൽ ഗിയർ ലോക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഏത് ടൂൾ യൂസ് ചെയ്ത് ചെയ്യാന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഫ്ലാറ്റ് നോസ് പ്ലെയർ യൂസ് ചെയ്യാം, റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്യാം. രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ഫ്ലാറ്റ് നോസ് പ്ലെയർ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഫിഷ് ഹൂക്ക്, ബാക്ക് ഹൂക്ക് ഇതെല്ലാം സെയിം ഈ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളു, സിമ്പിൾ സ്റ്റെപ്പാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. നമ്മുടെ മാലയുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ള കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആയിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദിസ് ഈസ് മീ ഗായു സൈനിങ് ഓഫ്. ബൈ.